ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും എന്താ പരിപാടി? അപ്പോൾ ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയതുകൊണ്ട് നമ്മളൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളങ്ങനെ വലിയ കുക്കിംഗ് എക്സ്പേർട്സ് ഒന്നുമല്ല. എന്നെപ്പോലെ കുക്കിംഗ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 3 ക്യാരറ്റ് നമ്മൾ കഴുകി വൃത്തിയാക്കി അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതാ ഒരു സൈഡിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യാനായിട്ട് നിൽക്കാം. അതേ സമയത്ത് തന്നെ ഒരു പാനിൽ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതാണ് എൻ്റെ ഉദ്ദേശം. സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല, നോക്കാം, എന്തായാലും നോക്കാം. അപ്പോൾ അതങ്ങനെ കുറേ സമയം ഇരുന്ന് ഇളക്കി ചൂടാക്കി പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ടയായി പോകും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ എന്ത് കേക്കാണ് ഉണ്ടാക്കുന്നത്? കേക്ക് ഉണ്ടാക്കുന്നുണ്ടോ അതോ വാങ്ങിക്കുവാണോ? അപ്പം ഇതേ ഒരു സൈഡിൽ കൂടെ അവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രേറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ടാണ് ഈ ക്യാരറ്റ് കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇതേ പഞ്ചസാരയൊക്കെ നല്ല ഉരുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് കട്ടയാകും, പക്ഷേ അത് അപ്പം തന്നെ പിന്നെ ഒന്ന് മെൽറ്റായി വരും നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ ഈ സമയത്ത് വെള്ളം കൂടിപ്പോയല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. ആ വെള്ളം കുറച്ച് കഴിയുമ്പോൾ തിളച്ച് തന്നെ വറ്റിക്കോളും. അപ്പോൾ അത് കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ക്യാരറ്റ് ഈ പഞ്ചസാര പാനിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരണം കേട്ടോ. അതാണ് നമ്മുടെ ഉദ്ദേശം. ആ വെള്ളമെല്ലാം ഒന്ന് പറ്റി നല്ല ഡ്രൈ ഒരു കുഴമ്പ് പരുവത്തിലായി വരുമ്പോൾ നമ്മളുടെ ക്യാരറ്റ് സെറ്റാവും. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? നിങ്ങൾ കാണാറുണ്ടോ? നമ്മൾ ഷോർട്സ് വീഡിയോസും ഫൺ വീഡിയോസും പിന്നെ ഡാൻസ് വീഡിയോസ് അങ്ങനെയുള്ളതൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് പുതിയതായിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, അത് കാണാൻ പറ്റുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതേ അവിടെ ക്യാരറ്റ് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പോൾ 2-3 ഏലക്കായും കൂടെ ഇട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു 4 മുട്ടയും പിന്നെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക 1/4 ടേബിൾ സ്പൂൺ ടീസ്പൂൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ വാനില എസൻസും കൂടെ ചേർത്തിട്ട് അത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇൻഗ്രീഡിയൻസോ അളവോ ഒന്നും കൊടുക്കാത്തത് ഞാനൊരു എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും ഉണ്ടായിരുന്നില്ല, ആരോടും പറയണ്ട കേട്ടോ. അപ്പോൾ ഇതേ ഞാനൊരു 1.5 കപ്പ് മൈദ അതൊന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇടുന്നത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കോൺഫ്ലവർ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ ചേർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും രണ്ടും 2 സാധനമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, പക്ഷേ എനിക്ക് ഈ സംഭവം ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കേക്കൊന്നും ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ. നമ്മളങ്ങനെ വലിയ എന്താ പറയുക എക്സ്പേർട്ട് കുക്കൊന്നും അല്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടുന്നു. അപ്പോൾ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിനകത്തേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അത് നമ്മൾ അരിച്ച് വെച്ചേക്കുന്നതാണ്, കട്ടകളൊന്നും ഇല്ലാണ്ട് എല്ലാം ആഡ് ചെയ്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സുന്ദര കുട്ടപ്പന്മാരായ ക്യാരറ്റിനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബേക്കായി കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ കുറച്ച് ഓയിൽ തടവി അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് നമ്മളുടെ മാവ്, നമ്മളുടെ ബാറ്റർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അതിനകത്ത് എയർ നിറഞ്ഞിട്ട് ഇടയിലിടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് എന്തിനാന്നേ കുറയ്ക്കുന്നേ, ഒന്ന് ഡെക്കറേറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കാഷ്യൂ ഒക്കെ അവിടെ ഇവിടെയൊക്കെ പെറുക്കി വെച്ചു. ബാക്കി കുറച്ച് അരിഞ്ഞതിൽ ബാക്കി ഉണ്ടായിരുന്ന ക്യാരറ്റും കൂടെ, പക്ഷേ ഇത് ഫ്ലോപ്പായി പോയിട്ടോ. ബേക്കായി വന്നപ്പോഴത്തേന് ഇതെല്ലാം കൂടെ ഒരുമാതിരി ഡ്രൈ ആയിട്ട് പൊടിഞ്ഞു പോയി ഈ ക്യാരറ്റൊക്കെ. അപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാഷ്യൂ വാസ് ഇനഫ്. എനിവേ, നമ്മൾ പരീക്ഷണങ്ങളിലൂടെയാണല്ലോ ഓരോന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പം ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതിനകത്തേക്ക് വെച്ചിട്ട് അത് അടച്ച് വെച്ചു. ഒരു 1 hour എടുത്തു ഈ കേക്ക് ഫുള്ളായിട്ട് കുക്കായി വരാൻ കേട്ടോ. അപ്പോൾ ഇത് നന്നായി തണുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൈഡ് തട്ടി കൊടുത്താൽ മതി. നമ്മൾ ഓയിലൊക്കെ ചേർത്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അടിയിൽ ഒട്ടും ഒട്ടി പിടിക്കുകയൊന്നുമില്ല. വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് കമത്തി അതിനകത്തേക്ക് തട്ടിയെടുത്തു. പിന്നെ പ്രത്യേകിച്ച് ഇനി നിങ്ങളുടെ അടുത്ത് പറയാനില്ലല്ലോ. നന്നായി തണുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. പിന്നെ കട്ട് ചെയ്യുക, തിന്നുക അല്ലേ. അപ്പോൾ കഴിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു. കുറച്ചൊന്ന് ഡ്രൈ ആയിപ്പോയോ എന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ എന്തോ ഒരു ടാസ്ക്കാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ചെയ്ത് തന്നു കഴിയുമ്പോൾ നമുക്കിത് വലിയ പണിയൊന്നുമില്ല. ക്യാരറ്റ് അരിയണം, പിന്നെ മുട്ടയൊക്കെ കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. അല്ലാതെ നമ്മൾ ഭയങ്കര സോഫ്റ്റായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ബീറ്ററൊക്കെ വെച്ചിട്ട് ബീറ്റൊക്കെ ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാൻ ഇതൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ്.